Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോക്ക് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. മെഹന്തി ഗ്രീൻ കളറിലെ ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഈ ഒരു 3 കളറിലെ സിൽക്കി ത്രെഡാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മളുടെ യോക്ക് ഡിസൈൻ വരുന്നത്. അതുപോലെ ചെറിയ കട്ട് ബീഡ്സ് ഇല്ലേ, ചെറിയ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളറിലെ ചെറിയ പേള് വേണം, ഇതുപോലത്തെ ചെറിയ ബീഡ്സ് വേണം കേട്ടോ. അപ്പോൾ ഇത് 3 നമുക്ക് ഈ ത്രെഡും ഇതുപോലെ ബീഡും ചെറിയ കട്ട് ബീഡ്സും ആണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ത്രെഡ് എടുത്തിരിക്കുന്നത് 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഫ്രഞ്ച് നോട്ടിൻ്റെ ട്യൂട്ടോറിയലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കി എങ്ങനെയാണ് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ നമ്മുടെ യോക്ക് ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വന്നിരിക്കുന്നതെന്നുള്ള മനസ്സിലാവേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫുള്ള് ഞാൻ റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവണുണ്ടല്ലോ, ഫുള്ള് റിംഗ് നോട്ടാണ് നമ്മുടെ ഈ യോക്ക് ഡിസൈനിനകത്ത് വരുന്നത്. ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ത്രെഡ് ചുറ്റിയതിന് ശേഷം താഴേക്ക് കുറച്ച് ലൂസ് ചെയ്തിട്ടൊന്ന് വലിച്ചെടുത്ത് കൊടുത്താൽ മതി. റിംഗ് നോട്ട് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഇതുപോലെ അടുപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു റൗണ്ടിനകത്ത് നമുക്ക് ഫുള്ളൊന്ന് ചെയ്ത് കൊടുക്കാം. ത്രെഡ് നീഡിലിൽ ചുറ്റിയിട്ട് നമ്മൾ താഴേക്ക് എടുക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ലൂസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അടുപ്പിച്ച് പോരുമ്പോൾ നമുക്ക് ഫ്രഞ്ച് നോട്ട് പോലെയൊക്കെ പോരും. അപ്പോൾ അതുകൊണ്ടാണ് റിംഗ് നോട്ട് ചെയ്യുമ്പോഴെപ്പോഴും ഒന്ന് ലൂസ് ചെയ്തിട്ട് വേണം നീഡിൽ കുത്താമെന്ന് പറയണത് കേട്ടോ. ഇതുപോലെ പതുക്കെ ഒന്ന് താഴേക്ക്, ഒരുപാട് ബലമൊന്നും കൊടുക്കരുത്, പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പം നമ്മളിത് ഈ ഒരു ലെയർ നമ്മൾ ഫുള്ള് റിങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ചുറ്റിനും നമുക്ക് ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറുമായിട്ട് നമുക്ക് ഉള്ളിലോട്ട് തന്നെ ചെയ്തു പോകാം. ഇതുപോലെ തന്നെ ചെയ്തു പോയാൽ മതി. ഗ്യാപ്പ് കാണാത്ത വിധത്തിൽ വേണം ചെയ്യാൻ. എങ്കിലേ നമുക്ക് എന്താ പറയുക, ഫ്ലവേഴ്സൊക്കെ ഒന്ന് വിടർന്ന് നിൽക്കണ പോലെ നമുക്കൊരു ലുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഈ ബാക്കി 2 കളർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഫുള്ള് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവേഴ്സ് മാത്രമേ നമ്മുടെ ഈ യോക്ക് ഡിസൈനകത്ത് വന്നിട്ടുള്ളൂ. വേറെ ലീഫോ അങ്ങനെ ഒന്നും നമുക്ക് വന്നിട്ടില്ല. ഫുള്ള് ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കാണുന്നുണ്ടല്ലോ ഇടയ്ക്കൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആ വൈറ്റ് കളറിലെ പേളിലെ ആ പേളൊന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെറിയ ഗോൾഡൻ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, ചെറിയ ഗോൾഡൻ കട്ട് ബീഡ്സ് ഒരു എത്രയാണോ അതിന് ചുറ്റിനും എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് അത്രയും അളവിലെടുക്കുക, എടുത്തിട്ട് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ത്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തും നമുക്കിതുപോലെ തന്നെ ഒന്ന് എല്ലാ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ യോക്ക് ഭാഗത്താണ് കണ്ടോ, യോക്ക് ഭാഗത്ത് താഴേന്ന് മുകളിലേക്കൊരു ഈ ഒരു ഷേപ്പിലാണ് ഫുള്ള് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.